മലയാള സിനിമയിലെ ആദ്യത്തെ ലിവിങ് ടുഗദർ ബന്ധം ഏത്? അതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട്. മലയാള സിനിമയിലെ പൈങ്കിളി ചരിത്രങ്ങൾ തികയുന്നവർക്ക് ആ ലിവിങ് ടുഗദർ ബന്ധങ്ങൾ തേടുക എളുപ്പമാണ്. അങ്ങനെ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയിലെ ആദ്യത്തെ ലിവിങ് ടുഗദർ ബന്ധം ഏത് എന്ന് ചോദിക്കുന്നവർക്ക് സിനിമ കേരള ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മറുപടി ഹാരി പോത്തൻ ജയഭാരതി ബന്ധമാണ്. ഹാരി പോത്തൻ തിരുവനന്തപുരത്തെ കൊളത്തുങ്കൽ ഫാമിലിയിൽപ്പെട്ട വ്യവസായിയാണ്. അതിസമ്പന്നനാണ്. പ്രേം നസീറിൻ്റെ സഹയാത്രികനാണ്. ഒരുപാട് സുപ്രിയ ഫിലിംസ് എന്ന ബാനറിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടും ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് മലയാള സിനിമയെ മാത്രമല്ല, തെന്നിന്ത്യൻ സിനിമയെ ഒട്ടാകെ അത്ഭുതപ്പെടുത്തിയ ഒരു ലിവിങ് ടുഗദർ ബന്ധമായിരുന്നു KR വിജയയും സുദർശനൻ വേലായുധൻ നായരും തമ്മിലുള്ള ബന്ധം. KR വിജയ വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നും സിനിമയിലെത്തിയ നടിയാണ്. അവർക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ പരിമിതി പല്ലുകളുടെ അസന്തുലിതാവസ്ഥയായിരുന്നു. പക്ഷേ പല്ലുകൾ ശരിയാക്കി തിരികെ എത്തിയ KR വിജയ്ക്ക് തമിഴർ പിന്നീട് ചിരിപ്പഴകി എന്ന പേര് നൽകി. ചിരിപ്പഴകി എന്നാൽ ചിരിപ്പിൽ അഴകി. ഒരുപാട് ദേവീഭാവങ്ങളെ അവതരിപ്പിച്ചു KR വിജയ. KR വിജയ പുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രങ്ങൾ ഒരുപാടുണ്ട്. കുമാരസംഭവം അടക്കമുള്ള ചിത്രങ്ങൾ. അതിലൊക്കെ ദേവീഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അവർ നിറഞ്ഞു നിന്നു. ശകുന്തളയിൽ അവർ ശകുന്തളയായി. അങ്ങനെയൊക്കെ നിറഞ്ഞു നിന്ന KR വിജയ മറ്റൊരു ദാമ്പത്യ ബന്ധവും മക്കളും ഒക്കെയുള്ള സുദർശനൻ വേലായുധൻ നായരുമായി ലിവിങ് ടുഗദർ ബന്ധം ആരംഭിച്ചു. KR വിജയ സെക്സിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സിനിമയിൽ ബിക്കിനി അണിഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട് അവർ. ആ ചിത്രത്തിൻ്റെ പേര് പട്ടണത്തിൽ ഭൂതം. ബ്രാസ് ബോട്ടിൽ എന്ന ഇംഗ്ലീഷ് നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് പട്ടണത്തിൽ ഭൂതം. ജെയിംസ് മോണ്ട് ജയശങ്കർ ആയിരുന്നു ഈ ചിത്രത്തിൽ KR വിജയയുടെ നായകൻ. തമിഴ്നാട്ടിൽ ചരിത്ര വിജയം നേടിയ ചിത്രമാണ് പട്ടണത്തിൽ ഭൂതം. അത് കേരളത്തിലും വലിയ വിജയമായി മാറി. ജെയിംസ് മോണ്ട് ജയശങ്കറുമൊത്ത് ബിക്കിനി അണിഞ്ഞ് ആടിപ്പാടുന്ന KR വിജയയുടെ രംഗമാണ്, അല്ലെങ്കിൽ KR വിജയയുടെ ധൈര്യമാണ് കേരളത്തിൽ ആ ചിത്രത്തിന് വലിയ വിജയം നേടിക്കൊടുത്തത്. എന്തായാലും പിന്നീട് സുദർശനൻ വേലായുധൻ നായരുമായി. രണ്ട് പേരുകൾ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്: സുദർശനൻ വേലായുധൻ നായർ, സുദർശനൻ വേലായുധൻ ചെട്ടിയാർ. ഇങ്ങനെ രണ്ട് പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം പ്രമുഖ നിർമ്മാതാവായിരുന്നു തെന്നിന്ത്യയിൽ. സുകുമാരിയുടെ ഭർത്താവ് ഭീം സിംഗ് അടക്കം സംവിധാനം ചെയ്ത സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് KR വിജയ ഒരു ദൗർബല്യമായി മാറി. ശകുന്തള എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ KR വിജയ്ക്ക് ജന്മദിനം. ആ ജന്മദിനത്തിന് സുദർശനൻ വേലായുധൻ ചെട്ടിയാർ വിട്ടുകൊടുത്തത് ഒരു ഹെലികോപ്റ്ററാണ്. ശകുന്തള എന്ന സിനിമയുടെ സെറ്റിൽ KR വിജയ നിന്നപ്പോൾ ആ ഹെലികോപ്റ്ററിൽ നിന്ന് KR വിജയ്ക്ക് പുഷ്പവൃഷ്ടി നടത്തി വേലായുധൻ ചെട്ടിയാർ. വേലായുധൻ ചെട്ടിയാർക്ക് ദൗർബല്യമായിരുന്നു KR വിജയ. തൻ്റെ കുടുംബത്തെക്കാൾ കൂടുതൽ അദ്ദേഹം സ്നേഹിച്ചത് KR വിജയെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സുദർശനൻ വേലായുധൻ ചെട്ടിയാർ, അല്ലെങ്കിൽ സുദർശനൻ വേലായുധൻ നായർ മരണമടഞ്ഞപ്പോൾ KR വിജയുടെ പേര് രണ്ടാമത്തെ ഭാര്യ എന്ന പേരിലാണ് അച്ചടിച്ചു വന്നത് എന്നുള്ളതും ശ്രദ്ധേയം. ഒരു കാലത്ത് മലയാള സിനിമയുടെ ഒരു ഫണ്ടറായിരുന്നു അദ്ദേഹം. പല മലയാള സിനിമകളും നിർമ്മിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഫണ്ടിങ് മുഖേനയാണ്.
എന്തായാലും ഒരു കാലത്തെ ചരിത്രം പറയുമ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല സിനിമ കേരളയ്ക്ക്.